ചാലക്കുടി സീറ്റ് BDJS-ന് തന്നെയെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മറിച്ചൊരു ചർച്ച ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു പ്രതികരണം. പത്മജിയുടെ വരവോടെ എത്ര ഫോളോവേഴ്സ് വരുമെന്ന് കണ്ടറിയണമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഡിക്ലറേഷൻ 2 ദിവസത്തിലുണ്ടാവും. ആര് BDJS-ന്റെ സീറ്റാണ് കോട്ടയം, അതുപോലെ തന്നെ ഇടുക്കി, അതുപോലെ മാവേലിക്കര, പിന്നെ നമ്മുടെ ചാലക്കുടി. ആ സീറ്റിൻ്റെ 4ൻ്റെയും പ്രസ്താവന ഡിക്ലറേഷൻ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഉണ്ടാവും. അങ്ങനെ ചോദ്യം പോലും വന്നിട്ടില്ല. അതൊക്കെ ചുമ്മാ മാധ്യമ സൃഷ്ടികൾ മാത്രമാണ്. ഇപ്പോൾ ഞങ്ങളുടെ സീറ്റുകളെല്ലാം നേരത്തെ ഫൈനലൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, അതിനുശേഷം ഡിക്ലെയർ ചെയ്യും. ജയിച്ച് വരുന്നതുകൊണ്ട് ഇത് തീർച്ചയായും കാര്യം പിന്നെ കേരളത്തിൽ ഒരു വലിയ വാർത്ത ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. പക്ഷേ എത്ര ഫോളോവേഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ പിന്നെ കണ്ടറിയേണ്ട കാര്യമാണ്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, ഈ ചാലക്കുടി സീറ്റുമായി ബന്ധപ്പെട്ട് പത്മജിയുടെ പേരും BJP പ്രവേശനത്തിന് പിന്നാലെ കേട്ടിരുന്നു, ചില അഭ്യൂഹം എന്നുള്ള നിലയിൽ. ചാലക്കുടി സീറ്റ് BDJS-ന് തന്നെയെന്ന് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു. അവരുടെ സീറ്റുകളിലുള്ള പ്രഖ്യാപനം അത് എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം ടോബി? മാവേലിക്കര, കോട്ടയം, ഇടുക്കി, അതുപോലെ തന്നെ ചാലക്കുടി, ഈ 4 സീറ്റാണ് ഇത്തവണ BDJS-ന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീറ്റുകളിലുള്ള പ്രഖ്യാപനം നാളെ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ കോട്ടയത്ത് വെച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അതിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട്. ചാലക്കുടി സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ആശങ്കയുണ്ടായിരുന്നത്. അത് പത്മജ BJP-യിലേക്ക് എത്തുമ്പോൾ അത് BJP-ക്ക് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി അല്പസമയം മുമ്പ് പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ആവശ്യം BJP-യുടെ ഭാഗത്ത് നിന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. കുറച്ചു മുമ്പ് നമ്മൾ പത്മജയുടെ പ്രതികരണം കണ്ടു. ഉടൻ ഈ ഒരു മത്സര രംഗത്തേക്ക് ഉണ്ടാകില്ല എന്നുള്ള ചില സൂചനകൾ അവരുടെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നു. ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച BJP എന്തായാലും മുന്നോട്ട് വെച്ചിട്ടില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പറയാനാവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകാൻ തന്നെയാണ് BDJS-ന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ നാളെ കോട്ടയത്ത് ഈ 4 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് BDJS അറിയിച്ചിട്ടുള്ളത്. കോട്ടയത്തായിരിക്കും തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുക. കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ചെങ്കിൽ ഇത്തവണ വയനാട് വേണ്ട എന്നവർ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വാധീനമുള്ള, കൂടുതൽ വോട്ട് പിടിക്കാൻ കഴിയുന്ന കോട്ടയത്ത് തന്നെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനുള്ള സാധ്യതയാണ്. മറ്റ് സീറ്റുകളിലും BDJS-ന്റെ സ്ഥാനാർത്ഥികൾ ഏകദേശം ആയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇന്ന് കണിച്ചുകുളങ്ങരയിൽ വെച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട്. അതിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുക. തുടർന്ന് നാളെ ഈ പ്രഖ്യാപനം നടക്കും. എന്തായാലും ചാലക്കുടി സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അതിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത്. ചാലക്കുടി സീറ്റിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ല, ആ സീറ്റ് BDJS-ന് തന്നെ എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിക്കുന്നത്. മറിച്ചൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ള പ്രതികരണവും തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.